കേരള സർക്കാർ കണ്ണൂർ കല്യാട് സജ്ജമാക്കിയ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ തനത് വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെ തെളിവധിഷ്ഠിതമാക്കി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി 200 കോടിയോളം രൂപ ചെലവഴിച്ച് 300 ഏക്കർ വിസ്തൃതിയിലാണ് കേന്ദ്രം തയ്യാറാക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയുർവേദ വിജ്ഞാനത്തെ ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആഗോള ഗവേഷണ കേന്ദ്രമായി സ്ഥാപനം മാറും. 100 കിടക്കകളുള്ള ഗവേഷണ ആശുപത്രി, ഔഷധസസ്യ ഗവേഷണ കേന്ദ്രം, നഴ്സറി, താളിയോല പഠന കേന്ദ്രം എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ഇതിനായി 65 തസ്തികകളും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ചെങ്കൽപ്പണകൾ നിറഞ്ഞും കാട് പിടിച്ചും കിടന്ന കല്യാട് തട്ടിലാണ് ആയുർവേദത്തിന്റെ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തി ആയുർവേദ ഗവേഷണ കേന്ദ്രം ഒരുങ്ങിയിട്ടുള്ളത്. ആയുർവേദത്തെ ശാസ്ത്രീയമായി അടിത്തറയുള്ള ഒരു ആഗോള ചികിത്സാ രീതിയായി മാറ്റുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ തനതായ ആയുർവേദ പാരമ്പര്യവും താളിയോല ഗ്രന്ഥങ്ങളിലെ അറിവുകളും സംരക്ഷിക്കുന്നതോടൊപ്പം അവയെ ശാസ്ത്രീയമായി പരിശോധിച്ച് പുതിയ ഔഷധങ്ങളും ചികിത്സാരീതികളും വികസിപ്പിക്കുകയും കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അല്പം നീണ്ടുപോയി എന്നത് വസ്തുതയാണ്. പക്ഷേ നീണ്ടുപോയത് ആരുടെയും വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ല. നമ്മുടെ സ്ഥലമെടുക്കുന്നതിന് വന്ന താമസം, പിന്നെ പണിയേറ്റെടുത്തവരുണ്ടാക്കിയ ചില പ്രത്യേകതകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന താമസം നേരിട്ടത്. ഏതായാലും ഇതോടെ സ്ഥാപനം യാഥാർത്ഥ്യമായി. ഇത് നാം ഉദ്ദേശിച്ച രീതിയിൽ വളരുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഒരു ആയുർവേദ രംഗത്തെ സമഗ്ര ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാണ് ഈ സ്ഥാപനം മാറുക. ആ നിലയിലേക്ക് നമുക്ക് ഈ സ്ഥാപനത്തെ വളർത്താനാവണം. ഇവിടെ രാജ്യത്തെ ആദ്യം എന്ന നിലയിലുള്ള ഒട്ടേറെ സ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ നമുക്കായത്. ലോകം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും നാം കേരളത്തിലാണ് സ്ഥാപിക്കുന്നത്. അതടക്കം 4 സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒന്ന് നമ്മുടെ ഇവിടെ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാടിന് എങ്ങനെ ഈ ശാസ്ത്രയുഗത്തിൽ കൂടുതൽ മികവോടെ മുന്നോട്ട് പോകാനാകും എന്നതാണ് ഇതിലൂടെയൊക്കെ നാം നോക്കുന്നത്. മട്ടന്നൂർ MLA കെ ശൈലജ ടീച്ചർ, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ TD ശ്രീകുമാർ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പ്രിയ KS, നാഷണൽ ആയുഷ് മിഷൻ കേരള കൺവീനർ ഡോക്ടർ D സജിത് ബാബു IAS, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയുഷ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N ഗോബ്രഗഡെ IAS, ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹൃതിക് TK, ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ ജയ V ദേവ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബ്ന, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബോബി എണ്ണച്ചേരിയിൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.